തായ്ലൻഡിൽ ഫുക്കറ്റിന് സമീപമുള്ള മൈക്കാവോ ബീച്ചിൽ മാതാപിതാക്കളോടൊപ്പം വിനോദസഞ്ചാരത്തിന് വന്നതായിരുന്നു ടില്ലി സ്മിത്ത് എന്ന 10 വയസ്സുകാരിയായ ബ്രിട്ടീഷ് പെൺകുട്ടി. അവൾ കടലിലെ തിരകളെ നോക്കി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് കടൽ പിൻവലിയുന്നതായി തോന്നി. അവിടെ പതകൾ പ്രത്യക്ഷപ്പെട്ടു. സ്കൂളിലെ ജിയോഗ്രഫി ക്ലാസ്സിൽ അവൾ സുനാമിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കടലിൽ കണ്ടത് സുനാമിയുടെ ലക്ഷണങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അക്കാര്യം മാതാപിതാക്കളോട് പറഞ്ഞു. മകൾ പറഞ്ഞത് ഗൗരവത്തിലെടുത്ത മാതാപിതാക്കൾ ബീച്ചിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും മുന്നറിയിപ്പ് നൽകി. അവരെല്ലാം തിടുക്കത്തിൽ കരയിൽ കയറിയപ്പോഴേക്കും ഭീമാകാരമായ തിരമാലകൾ തീരത്ത് ആഞ്ഞടിച്ചു. ദക്ഷിണേഷ്യയെ വിറപ്പിച്ച വൻ സുനാമിയായിരുന്നു അത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പരിചയമുണ്ടായിരുന്ന സുനാമി എന്ന പ്രതിഭാസത്തിന്റെ ഭീകരത ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ടനുഭവിച്ച ദിവസമാണ് 2004 ഡിസംബർ 26. ക്രിസ്മസ് ആഘോഷത്തിന്റെ ആലസ്യം വിട്ടുണരും മുമ്പാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ മഹാദുരന്തമുണ്ടായത്. പ്രാദേശിക സമയം രാവിലെ 7:59 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര ദ്വീപിന്റെ പടിഞ്ഞാറേ തീരത്തിന് സമീപം കേന്ദ്രമായി സമുദ്രത്തിനടിയിൽ വൻ ഭൂകമ്പമുണ്ടായി. ഇത് സൃഷ്ടിച്ച ആഘാതത്തിൽ രൂപം കൊണ്ട രാക്ഷസ തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരങ്ങളിലുള്ള 14 രാജ്യങ്ങളിലെ 2,30,000 പേരുടെ ജീവനാണ് കവർന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി അത് മാറി. റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ മഹാഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ കടൽത്തിരകൾ 30 മീറ്റർ വരെ ഉയരത്തിൽ ആഞ്ഞടിച്ചു. തീരങ്ങൾ തകർത്തു മുന്നേറിയ തിരകൾ അതിന്റെ പാതയിലുള്ള സകലതിനെയും വിഴുങ്ങി. ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് കൂടുതൽ മരണങ്ങളുണ്ടായത്. ഇന്തോനേഷ്യയിൽ 1,67,540 മരണങ്ങളുണ്ടായി എന്നാണ് ഔദ്യോഗിക കണക്ക്. എങ്കിലും അവിടെ മരണസംഖ്യ 2 ലക്ഷത്തിലധികമാണെന്ന് വിലയിരുത്തലുകളുണ്ട്. ഇന്ത്യയിൽ 12,405 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. 16,000-ൽ അധികമാണ് ഇവിടുത്തെ മരണമെന്നും നിഗമനമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായത് തമിഴ്നാട്ടിലാണ്. 8,000-ലധികം. കേരളത്തിൽ 177 പേർ മരിച്ചു. പോണ്ടിച്ചേരിയിൽ 599-ഉം ആന്ധ്രയിൽ 107-ഉം അൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ 3,513 പേർ സുനാമിയുടെ ഇരകളായി. അത്യപൂർവമായ പ്രകൃതി പ്രതിഭാസമാണ് 2004 ഡിസംബർ 26 സംഭവിച്ചത്. ഇന്ത്യൻ മഹാസമുദ്ര സുനാമി, ദക്ഷിണേഷ്യൻ സുനാമി, ക്രിസ്മസിന് പിറ്റേന്നായതിനാൽ ബോക്സിംഗ് ദിന സുനാമി എന്നെല്ലാം ഇതിനെ വിളിക്കുന്നു. 1900-ൽ ആധുനിക ഭൂകമ്പ പഠനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ലോകത്തെ 3ാമത്തെ വലിയ ഭൂകമ്പമാണ് അന്ന് സുമാത്ര കടലിലുണ്ടായത്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത സുനാമിയും ഇതുതന്നെ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വടക്കൻ സുമാത്ര ദ്വീപിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സമുദ്രോപരിതലത്തിൽ നിന്ന് 30 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം. സമുദ്രത്തിൽ മണിക്കൂറിൽ 500 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗം ആർജിക്കുന്ന സുനാമികളുണ്ട്. ഒരു ജെറ്റ് വിമാനത്തിന്റെ വേഗമാണിത്. കരയ്ക്കെത്തുമ്പോൾ സുനാമിയുടെ വേഗം മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ താഴെയായി കുറയും. ഇതുമൂലം അതീവ പ്രഹരശേഷിയുള്ള രാക്ഷസത്തിരകൾ രൂപപ്പെടുന്നു. ഭൂകമ്പം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ തീരങ്ങളിൽ സുനാമിയെത്തി.
തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിലാണ് രാക്ഷസ തിരകൾ ആഞ്ഞടിച്ചത്. കേരളത്തിന്റെ തെക്കൻ തീരത്തും സുനാമി എത്തി. 2 മുതൽ 5 വരെ തവണ സുനാമി തിരകൾ വന്നെന്നാണ് നിഗമനം. കേരള തീരത്ത് 3.4 മീറ്റർ വരെ ഉയരത്തിൽ തിരകളടിച്ചു. പല സ്ഥലങ്ങളിലും 1/2 കിലോമീറ്റർ മുതൽ 1.5 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് കരയിൽ വെള്ളം കയറി. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലായിരുന്നു കൂടുതൽ നാശം. ആലപ്പാട് മുതൽ അഴീക്കൽ വരെ 8 കിലോമീറ്റർ ദൂരത്തിലുള്ള തീരം കടലെടുത്തു. എറണാകുളം ജില്ലയിലും സുനാമി ദുരിതം വിതച്ചു. എന്നാൽ തെക്കേയറ്റത്തുള്ള തിരുവനന്തപുരം ജില്ലയുടെ തീരത്ത് വലിയ നാശങ്ങൾ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. തമിഴ്നാടിന്റെ കിഴക്കൻ തീരത്താണ് ഇന്ത്യയിൽ സുനാമിയുടെ ഏറ്റവും ശക്തമായ ആക്രമണമുണ്ടായത്. അവിടെ 5 മീറ്റർ വരെ ഉയരത്തിൽ തിരകൾ ഉയർന്നു. തമിഴ്നാട്ടിൽ 800 കിലോമീറ്റർ ദൈർഘ്യത്തിൽ തീരങ്ങളെ സുനാമി വിഴുങ്ങി. കന്യാകുമാരി മുനമ്പിൽ അടിത്തട്ട് കാണാവുന്ന വിധത്തിൽ പെട്ടെന്ന് കടൽ ഉൾവലിഞ്ഞു. പിന്നാലെ ജലത്തിന്റെ വൻമതിൽ പോലെ കുതിച്ചെത്തിയ സുനാമി തിരകൾ കരയിലേക്ക് അടിച്ചുകയറി. വിവേകാനന്ദ പാറയിൽ തിരകൾ ആഞ്ഞടിച്ചു. നാഗപട്ടണം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. അവിടെ 6051 പേർ മരിച്ചു. കടലൂർ ജില്ലയിലും വലിയ നാശങ്ങളുണ്ടായി. പ്രസിദ്ധ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയാണ് കൂടുതൽ ആൾനാശമുണ്ടായ മറ്റൊരു സ്ഥലം. ഞായറാഴ്ച ആയിരുന്നതിനാൽ അവിടെ വലിയ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. രാവിലെ 9:30 വേളാങ്കണ്ണി ബസിലിക്ക ദേവാലയത്തിൽ മലയാളം കുർബാന നടക്കുന്ന സമയത്താണ് സുനാമി എത്തിയത്. പള്ളിക്കുള്ളിലേക്ക് അധികം വെള്ളം കയറിയില്ല. എന്നാൽ കടൽ തീരത്തും പള്ളി പരിസരത്തുമുണ്ടായിരുന്ന 100 കണക്കിന് തീർത്ഥാടകരെ കടൽ എടുത്തുകൊണ്ടുപോയി. 600-ലധികം പേർ ഇവിടെ മരിച്ചെന്നാണ് കണക്ക്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. പോണ്ടിച്ചേരിയിൽ 4 മീറ്റർ വരെ ഉയരത്തിൽ തിരകൾ കരയിലേക്ക് ഇരച്ചുകയറി. ആന്ധ്ര തീരങ്ങളിലടിച്ച തിരകൾക്ക് 2 മീറ്ററിലധികം ഉയരമുണ്ടായിരുന്നു. ഏകദേശം 1000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആന്ധ്ര തീരങ്ങളെ സുനാമി ബാധിച്ചു. ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹമാണ് സുനാമി നാശം വിതച്ച മറ്റൊരിടം. ഇന്ത്യ വൻകരയിൽ നിന്ന് ഏകദേശം 1400 കിലോമീറ്റർ ദൂരം ആൻഡമാനിലേക്കുണ്ട്. സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഇന്തോനേഷ്യയിലെ ആച്ചയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരമേ ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ ചില ദ്വീപുകളിലേക്കുള്ളൂ. ഭൂകമ്പം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ സുനാമി തിരകളെത്തി. എന്നാൽ ആൻഡമാൻ ദ്വീപിൽ താരതമ്യേന കുറഞ്ഞ നാശനഷ്ടങ്ങളെ ഉണ്ടായുള്ളൂ. അതേസമയം ലിറ്റിൽ ആൻഡമാനിലും നിക്കോബർ ദ്വീപിലും കൂടുതൽ നാശങ്ങളുണ്ടായി. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ സുനാമിയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായത് ശ്രീലങ്കയിലാണ്. അവിടെ 35,322 പേർ മരിച്ചു. ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്തും തെക്ക് പടിഞ്ഞാറൻ തീരത്തും സുനാമിയുടെ പ്രഹരം ഉണ്ടായെങ്കിലും കിഴക്കൻ തീരത്തായിരുന്നു കൂടുതൽ നാശനഷ്ടങ്ങൾ. 12 മീറ്റർ വരെ ഉയരത്തിൽ ഇവിടെ തിരകളടിച്ചു.
ഏകദേശം 90,000 കെട്ടിടങ്ങൾ തകർന്നു. തായ്ലൻഡിൽ മരിച്ചത് 8,000-ലധികം പേരാണ്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 500 കിലോമീറ്റർ മാത്രം അകലെയുള്ള തായ്ലാന്റ് വടക്ക് ദിശയിൽ ആയതിനാൽ സുനാമി തിരകളുടെ ശക്തി താരതമ്യേന കുറവായിരുന്നു. ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ബീച്ചുകളുമുള്ള തായ്ലാന്റിൽ ക്രിസ്മസ് സീസൺ ആയിരുന്നതിനാൽ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. സുനാമിയിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും കൂടി 9,000-ഓളം വിദേശ ടൂറിസ്റ്റുകളാണ് മരിച്ചത്. സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഇന്തോനേഷ്യയിലെ ആച്ചെ തീരത്ത് 24 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല പൊങ്ങി. കരയിൽ 2 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ വെള്ളം കയറി. 2004 ഡിസംബർ 26-ലെ സുനാമി സൃഷ്ടിച്ച മൊത്തം ഊർജം 5 മെഗാടൺ TNT സ്ഫോടനത്തിലൂടെ ഉണ്ടാകുന്ന ഊർജത്തിന് തുല്യമായിരുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൽ പ്രയോഗിച്ച 2 അണുബോംബുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഫോടക വസ്തുക്കളും ചേർന്നുണ്ടാക്കിയ ഊർജത്തിന്റെ ഇരട്ടിയിലധികമായിരുന്നു ഈ സുനാമി ഊർജത്തിന്റെ അളവ്. ഭൂകമ്പമുണ്ടായി 15 മിനിറ്റിനകം തന്നെ സുമാത്രയുടെ വടക്കൻ മേഖലയിൽ സുനാമി തിരകളെത്തി. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ അതെത്താൻ 2 മണിക്കൂറോളം സമയമേ എടുത്തുള്ളൂ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ദിശയിലായിരുന്നു സുനാമി തിരകൾക്ക് വേഗവും ശക്തിയും കൂടുതൽ. പ്രഭവ കേന്ദ്രത്തിന് പടിഞ്ഞാറുള്ള രാജ്യങ്ങളുടെ കിഴക്കൻ തീരങ്ങളിലാണ് സുനാമി കൂടുതൽ പ്രഹരമേൽപ്പിച്ചത്. തരംഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ തടസ്സം സൃഷ്ടിക്കുന്ന വസ്തുക്കളുടെ മുകളിൽ വളയുന്ന പ്രതിഭാസമായ ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം സുനാമി തരംഗങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചു. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും മുനമ്പുകളിൽ മാർഗഭ്രംശമുണ്ടായാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള കേരളത്തിൽ സുനാമി ദുരന്തം വിതച്ചത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് അകലം കൂടുന്തോറും സാധാരണഗതിയിൽ പ്രഹരശേഷി കുറയേണ്ടതാണ്. എന്നാൽ താരതമ്യേന അടുത്തുള്ള ബംഗ്ലാദേശിനേക്കാൾ സുനാമി കൂടുതൽ നാശം വിതച്ചത് അകലെയുള്ള സൊമാലിയയിലാണ്. സുമാത്രയിൽ നിന്ന് 8,500 കിലോമീറ്റർ അകലെയുള്ള ദക്ഷിണാഫ്രിക്കൻ തീരത്ത് പോലും ഈ സുനാമി അനുഭവപ്പെട്ടു. ഭൂകമ്പമുണ്ടായി 16 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ 1.5 മീറ്റർ ഉയരത്തിലുള്ള തിരയടിച്ചു. വടക്കൻ അമേരിക്കയുടെയും തെക്കൻ അമേരിക്കയുടെയും പടിഞ്ഞാറൻ തീരങ്ങളിലും ദക്ഷിണ ധ്രുവത്തിലെ അന്റാർട്ടിക്കയിലും സുനാമി തിരകൾ എത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ശക്തി എത്രമാത്രമാണെന്ന് ഊഹിക്കാം. അക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സുനാമി ഉണ്ടായതിന്റെ മുൻ പരിചയവുമില്ല. അതുകൊണ്ട് സുനാമി വന്നപ്പോൾ തീർത്തും അപ്രതീക്ഷിതവും അപരിചിതവുമായ ഒരു പ്രതിഭാസത്തെയാണ് നേരിടേണ്ടി വന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ സുനാമി തിരകൾ ദുരന്തം വിതച്ച് കടന്നുപോയി. സുനാമി ആഞ്ഞടിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് കടൽ ചിലപ്പോൾ പിന്നോട്ട് വലിയാറുണ്ട്. 2004-ലെ സുനാമിയിൽ അൻഡമാൻ നിക്കോബാർ ദ്വീപിലും തായ്ലൻഡിലും മലേഷ്യയിലുമൊക്കെ ഇത് അനുഭവപ്പെട്ടു. സുനാമിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കും കേട്ടറിവുകൾ ഉള്ളവർക്കും കടലിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ സുനാമി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. 2004-ലെ സുനാമിയുടെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള ഇന്തോനേഷ്യൻ ദ്വീപായ സിമുല്യുവിലെ നിവാസികൾ ഇങ്ങനെ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയുണ്ടായി. ടില്ലി സ്മിത്ത് എന്ന ബ്രിട്ടീഷ് വിദ്യാർത്ഥിനിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. തായ്ലൻഡിൽ പുക്കറ്റിലെ മറ്റൊരു ബീച്ചിലുണ്ടായിരുന്ന ജോൺ കോസ്റ്റൺ എന്ന സ്കോട്ടിഷ് അധ്യാപകൻ കടലിൽ സുനാമിയുടെ ലക്ഷണങ്ങൾ കണ്ട് പലരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചു. അൻഡമാനിലെ പ്രാചീന ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പലരും സുനാമിയിൽ മരിച്ചുപോയിട്ടുണ്ടാവുമെന്ന് നരവംശാസ്ത്രജ്ഞർ ഭയപ്പെട്ടതാണ്.
എന്നാൽ ആ വിഭാഗങ്ങൾക്കിടയിലെ മരണസംഖ്യ താരതമ്യേന കുറവായിരുന്നു. തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയ നാട്ടറിവുകൾ സുനാമിയുടെ വരവ് മുൻകൂട്ടി അറിയാൻ ഇവരെ സഹായിച്ചിട്ടുണ്ടാവണം. സുനാമിയെ തുടർന്ന് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് നടന്നത്. സുനാമി ബാധിത രാജ്യങ്ങളിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ സഹായം ഒഴുകിയെത്തി. മൊത്തം $1400 കോടി സഹായമാണ് ലഭിച്ചത്. സുനാമി ബാധിതരായ 13 ലക്ഷം പേർക്ക് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൽ നിന്ന് ഭക്ഷ്യസഹായം എത്തിച്ചു. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാരുകളും സന്നദ്ധ സംഘടനകളും വീട് നിർമ്മിച്ചു നൽകി. ദുരന്തവേളകളിൽ ജീവകാരുണ്യത്തിന്റെ മുഖവും തെളിഞ്ഞു കാണാറുണ്ട് എന്നത് എത്രയോ ആശ്വാസകരമാണ്. മനുഷ്യർക്കെന്നതുപോലെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്കും സുനാമി വലിയ നാശനഷ്ടമുണ്ടാക്കി. കടൽ തീരങ്ങളിലെ കണ്ടൽക്കാടുകളും സസ്യജാലങ്ങളും ചതുപ്പ് നിലങ്ങളും മണൽത്തിട്ടകളും വൻതോതിൽ നശിച്ചു. തീരപ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി. ശുദ്ധജല സ്രോതസ്സുകൾ പലതും മലിനമായി. ഉപ്പുരസം കലർന്ന് മണ്ണ് കൃഷിയോഗ്യമല്ലാതായി തീർന്നു. മലേഷ്യയെയും സുമാത്രയെയും വേർതിരിക്കുന്ന മലാഗ കടലിടുക്കിൽ മണ്ണിടിഞ്ഞ് കപ്പൽ ഗതാഗതത്തിന് തടസ്സം നേരിട്ടു. സുനാമി ബാധിത രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുരുതരമായ വിധത്തിൽ ആഘാതമേറ്റു. മത്സ്യബന്ധന വിനോദസഞ്ചാര മേഖലകളെയാണ് കൂടുതൽ ബാധിച്ചത്. തീരങ്ങളിലെ മത്സ്യബന്ധന സമൂഹങ്ങൾ വീടും വലയും വള്ളവും നഷ്ടപ്പെട്ട് വലിയ ദുരിതത്തിലായി. മലേഷ്യ, ഇന്തോനേഷ്യ മേഖലയിൽ സുനാമിയെ തുടർന്നുള്ള ഏതാനും വർഷങ്ങളിൽ കടൽ കൊള്ളയ്ക്ക് ഗണ്യമായ കുറവുണ്ടായി എന്നത് ഇതിനിടയിലെ കൗതുകകരമായ ഒരു കാര്യമാണ്. വലിയ തീവ്രതയിലുള്ള ഭൂകമ്പവും സുനാമിയും ഭൂമിയുടെ ഘടനയ്ക്കും അതിസൂക്ഷ്മമായ ചില മാറ്റങ്ങളുണ്ടാക്കി. ഉത്തരധ്രുവത്തിൽ 25 മില്ലിമീറ്ററിന്റെ ചെരിവുണ്ടായത് ഭൂമിയുടെ ആകൃതിയിൽ സംഭവിച്ച നേരിയ മാറ്റമാണ്. ഇതിന്റെ എല്ലാം ഫലമായി ഭൂമിയുടെ ഭ്രമണവേഗം അല്പം കൂടുകയും ദിവസത്തിന്റെ ദൈർഘ്യം 2.68 മൈക്രോ സെക്കൻഡ് കണ്ട് കുറയുകയും ചെയ്തു. 2004 സുനാമി വലിയ അനുഭവങ്ങളാണ് അത് ബാധിച്ച രാജ്യങ്ങൾക്ക് നൽകിയത്. ഇന്ത്യ ഹൈദരാബാദിലും അൻഡമാനിലും സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ചു. ഇനിയൊരു സുനാമി ഉണ്ടായാൽ അതിനെ കുറെ കൂടി ഫലപ്രദമായി നേരിടാൻ സാധിക്കും. സുനാമിയെ തുടർന്ന് ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സമ്പർക്ക സമിതി ഉണ്ടാക്കിയിരുന്നു. അതാണ് പിന്നീട് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന പേരിൽ ചതുർരാഷ്ട്ര സഖ്യമായി വളർന്നത്. സുനാമി തിരകൾ തച്ചുതകർത്ത തീരങ്ങളെ വീണ്ടെടുക്കാൻ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ സാധിച്ചു. എന്നാൽ കടൽ വിഴുങ്ങിയ ജീവനുകളെ ആർക്കും തിരിച്ചുപിടിക്കാൻ കഴിയില്ലല്ലോ.